ലീഗിലും മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവം. മന്ത്രിസഭയിൽ കുഞ്ഞാലിക്കുട്ടി ഒരു നല്ല സ്ഥാനത്തുണ്ടാകുമെന്ന് സാദിഖ് അലി തങ്ങൾ. ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുടനെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. മുഖ്യമന്ത്രിക്കൊപ്പം ലീഗിനൊരു ഉപമുഖ്യമന്ത്രി എന്നുള്ള പദവിയൊക്കെ ചർച്ചയാവുമോ? അതൊരിക്കലും ഞങ്ങൾ നേരത്തെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടില്ലല്ലോ. നല്ലൊരു മന്ത്രിസഭ വരണം. ലീഗിനെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ലൊരു മന്ത്രിസഭ വരണം. കുഞ്ഞാലി സാഹിബ് നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടാകും, നല്ലൊരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവും. അതറിയില്ല. അത് മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് തങ്ങളുമായിട്ട് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ്. അത് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യമായി ഒക്കെ നല്ല നിലയിൽ തിരിയുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നേരത്തെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു നല്ല സ്ഥാനമുണ്ടാകും. ഈ നല്ല സ്ഥാനം എന്നതുകൊണ്ട് എന്താണ് ലീഗ് ഉദ്ദേശിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. കേരളത്തിൽ ഒരുപക്ഷെ ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുന്നുണ്ടോ, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഈ കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും എന്താണ് സാദിഖ് അലി തങ്ങളുടെ വാക്കുകളിൽ നിന്ന്, കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? ഇത് വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭ വരണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. അതിൽ വേഗത്തിൽ ഒരു തീരുമാനമുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെ കാര്യങ്ങൾ കൂടി ആലോചിക്കാമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത്. മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത് 5 മന്ത്രിമാരെയും ഒപ്പം ഒരു ഉപമുഖ്യമന്ത്രിയെ കൂടിയാണ്. ഒരു ക്യാബിനറ്റ് പദവി മുസ്ലിം ലീഗിന് ലഭിച്ചേക്കും. പക്ഷേ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് പരസ്യമായി ഇതുവരെ മുസ്ലിം ലീഗ് നേതാക്കൾ ആരും തന്നെ ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അർഹമായ ഒരു പരിഗണന എന്ന് അദ്ദേഹം പറയുന്നത് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ലീഗ് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡിലോ മറ്റോ ഒക്കെ ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ, അഭിപ്രായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് അപ്പോൾ അറിയിക്കും. പക്ഷെ പരസ്യമായി അതുമായി ബന്ധപ്പെട്ട വിലപേശലുകളോ ചർച്ചകളോ ഇപ്പോൾ വേണ്ട എന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ മന്ത്രിമാരിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീർ, N ശംസുദ്ദീൻ, മണ്ണാർക്കാട് നിന്ന് ജയിച്ച N ശംസുദ്ദീൻ, അതോടൊപ്പം വേങ്ങരയിൽ നിന്ന് വിജയിച്ച KM ഷാജി എന്നിവർ മന്ത്രിമാരായേക്കും. KM ഷാജി വയനാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് ഒരു ജില്ലാ പ്രാതിനിധ്യം കൂടി അങ്ങനെ നൽകാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ആബിദ് ഹുസൈൻ തങ്ങൾ, പാറക്കൽ അബ്ദുള്ള, AKM അഷ്റഫ് എന്നിവരിൽ ഒരാൾക്കും മന്ത്രി പദവി ലഭിക്കും. ഇക്കാര്യത്തിൽ ഈ സാദിഖ് അലി തങ്ങളുടെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അദ്ദേഹം ചെയ്തതുപോലെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം, ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കും. നേരത്തെ മന്ത്രിയായിരുന്ന മഞ്ഞളാംകുഴി അലി, തദ്ദേശ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. മഞ്ഞളാംകുഴി അലിക്ക് ഇത്തവണ മന്ത്രി പദവി നൽകാനുള്ള ഒരു സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് പദവികളിൽ ഒന്ന് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും പരസ്യമായ ഒരു വിലപേശലുകളിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. ഈ വലിയൊരു വിജയത്തിന്റെ നിറം കെടുത്തേണ്ട എന്ന ഒരു നിലപാട് സാദിഖ് അലി തങ്ങൾ നേതൃയോഗത്തിലും സ്വീകരിച്ചിരുന്നു. സിജു.